സിനിജി, റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ട്വിസ്റ്റുകൾ അടക്കം അല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. അതായത് ഈ റോയ് മരിക്കുന്നതിന്റെ തലേ ദിവസം ഡോക്ടറെ, അതായത് മാനസിക വിഷാദങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു ഇദ്ദേഹം, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, ഇതിനുവേണ്ടി അദ്ദേഹം സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല ഈ സ്ലോവാക്യയിൽ ഇദ്ദേഹത്തിന്റെ കോൺസുലർ ജനറൽ പദവിയുമായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസുലിലെ പദവിയുമായി ബന്ധപ്പെട്ട് റോയിയെ ഭയപ്പെടുത്തിയിരുന്ന കാരണം എന്തായിരിക്കാം നമുക്കറിയില്ല, എങ്കിൽ പോലും അതെങ്ങനെ അനുമാനിക്കാം നമുക്ക് അതിനെക്കുറിച്ച്? ഈ സ്ലോവാക്യയിലെ കോൺസുൽ പദവി എന്ന് പറയുന്നത് പണം കൊടുത്ത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പദവി മാത്രമാണ്. അങ്ങനെ പണം കൊടുത്ത് നേടിയെടുത്താൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഗ്രീൻ ചാനലിലൂടെ ഇന്റർനാഷണൽ എയർപോർട്ടിലടക്കം യാത്ര ചെയ്യുമ്പോൾ പോകാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നാട്ടിൽ വരുമ്പോൾ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് സമ്പന്നനല്ലേ, അതിൻ്റെതായ കുറച്ച് ആഡംബരമൊക്കെ കാണിക്കാം, ഇതൊക്കെ വെച്ചിട്ടായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി അന്വേഷണ സംഘം ഇത് പുറത്തു വരണം. കാരണം ഈ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം മയക്കുമരുന്ന് കടത്തുകാരുടെ, ആയുധ കച്ചവടക്കാരുടെ, ഈ തട്ടിപ്പുകാരുടെ ഒക്കെ തന്നെ ഒരു വലിയ കേന്ദ്രമാണ്. ഏതാണ്ട് 60,000-ൽ താഴെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്, ഇത്രയും കുറ്റകൃത്യങ്ങളുള്ള ഒരു രാജ്യത്ത് എന്തിനാണ് ഈ പറയുന്ന റോയ് പോയി കൂടുതൽ ബന്ധങ്ങൾ സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല. മാത്രമല്ല റോയിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബിസിനസ് എന്നുള്ള കാര്യം മാത്രമാണ്. അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഈ പറയുന്ന മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യണം, വലിയ തോതിൽ അതിൻ്റെ വർക്ക് നടക്കണം, ഇതിനൊക്കെ തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഒരു പക്ഷേ ഇയാളുടെ കയ്യിൽ അത്രയും പണമില്ലെങ്കിൽ മറ്റാരെങ്കിലും പണം കൊടുത്ത് സഹായിക്കാം. അങ്ങനെ സഹായിച്ചാൽ അതിൻ്റെ ലാഭവിഹിതം കൊടുത്താൽ മതി. അപ്പോൾ വൻതോതിൽ പണം കുമിഞ്ഞു കൂടുന്ന സിനിമാക്കാരായ ആൾക്കാർ, രാഷ്ട്രീയക്കാരായ ആൾക്കാർ, ബിസിനസ്സുകാരൊക്കെ ഉണ്ടാകും. ഇവർ ധാരാളമായി പണം ഈ റോയ്ക്ക് കൊടുക്കാം. എന്ത് കേസിൽ? അതായത് അവരുടെ കയ്യിലിരിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു സോഴ്സായിട്ട് അത് മാറും. അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ച് റോയ് എന്തൊക്കെ ചെയ്തു? ഇവിടെയാണ് ഒരു സംശയം വരുന്നത്. എന്തിനാണ് ഇയാൾ ഈ UAE പോയി വലിയ തോതിൽ പണം നിക്ഷേപിക്കുന്നത്? അയാൾ പറഞ്ഞ കാരണം ഇന്ത്യയിൽ ബിസിനസ് ചെയ്തു പണം കൊയ്ത് ആ പണം കൊണ്ട് ഞാൻ അവിടെ നിക്ഷേപിക്കുന്നു. ഒരു പക്ഷേ ഈ സിനിമാക്കാരും അതുപോലെ തന്നെ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ കൊടുക്കുന്ന പണമായിരിക്കാം UAE നിക്ഷേപിക്കുന്നത്. അവിടെ ഈ പണത്തിന് നേരത്തെ കണക്ക് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലം മാറിയതനുസരിച്ച് GCC രാജ്യങ്ങളിലും വലിയ വ്യത്യാസങ്ങളുണ്ടായി. ഇന്ത്യയുമായിട്ട് ആ രാജ്യത്തിന് വലിയ ബന്ധങ്ങളും അടുപ്പവും ഒക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണം നടത്തും. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ CJ റോയുടെ ഇടപാടിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ നടന്ന ഒരുപാട് അക്രമ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണങ്ങൾ, ഡോക്ടർമാരുടെ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണങ്ങൾ, ഇതിനൊക്കെ ആരാണ് പണം കൊടുക്കുന്നത്? അതായത് ഫണ്ട് ചെയ്യുന്നത് ആരാണ്? അത്തരത്തിലുള്ള വിധ്വംസക ശക്തികൾ ഒരു പക്ഷേ റോയുമായി കൂട്ടിച്ചേർന്നു. ഇത്തരം ഒരു സംശയം ഉയരുന്നുണ്ട്. മാത്രമല്ല റോയ് കുറേ കാലമായിട്ട് വലിയ ടെൻഷനിലാണ്. ഈ കാര്യങ്ങളൊക്കെ ആകെ ഷെയർ ചെയ്തിട്ടുള്ള സ്വന്തം ഭാര്യയോട് മാത്രമാണ്. ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് എന്താണ്? ഇയാൾ ഒരു വിഷാദ രോഗത്തിലേക്ക് പോകുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ നീങ്ങി, മരുന്ന് കൊടുത്ത് ആത്മവിശ്വാസം നൽകി ഇയാളെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. പക്ഷേ അപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ചില നിർണായകമായ ചോദ്യങ്ങൾ തനിക്ക് നേരെ ഉയരുമെന്നും അപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും CJ റോയ് എപ്പോഴോ ചിന്തിച്ചു. അതുകൊണ്ടാണ് തൻ്റെ സ്യൂട്ട് കേസിൽ എപ്പോഴും ഒരു സൈലൻസർ ഘടിപ്പിച്ച റിവോൾവറുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്താൽ, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ എൻ്റെ ബിസിനസ് സാമ്രാജ്യം തകരാൻ പാടില്ല, ഭാര്യയും മക്കളും അത് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, ഇത്രയും നാളുണ്ടാക്കി സൽപ്പേര് നഷ്ടപ്പെടാൻ പാടില്ല. ഇതൊക്കെ ഈ റോയിയുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിരിക്കാം. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദത്തിനിടയാക്കും. അതായിരിക്കാം ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചിന്തിച്ചുകൂടെ? അല്ല, ശരിയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആകാം ചിലപ്പോൾ റോയിയെ സമ്മർദ്ദത്തിലാക്കിയത്. പക്ഷെ അവിടെ ഒരു ചോദ്യം വരുന്നത്, ഇത്തരത്തിൽ റോയി ആരെങ്കിലും ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, ഇപ്പോൾ പിന്നെ എന്താ പറയുക, രാജ്യവിരുദ്ധമായ പണമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിരോധിത സംഘടനകളുടെ പണമോ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ നിക്ഷേപങ്ങൾ, ഇപ്പോൾ വിദേശ നിക്ഷേപത്തെ തിരിച്ചടിയാണ് റോയിക്ക് ഇങ്ങനെ സംഭവിച്ചത്, റോയി ആരെയോ ഭയന്നിരുന്നു, ഇന്റർനെറ്റ് കോളിൻ്റെ ഒക്കെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റോയി ഭയന്ന ആളുകൾ ഇനി റോയിയുടെ കുടുംബത്തെ വേട്ടയാടാൻ തുടങ്ങില്ലേ എന്നുള്ളതാണ് ചോദ്യം. കാരണം ആദായനികുതി വകുപ്പും ED ഒന്നും അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കില്ല. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട SIT കൃത്യമായ അന്വേഷണം നടത്തുന്നതിൻ്റെ, കർണാടക SIT ആണ് അന്വേഷണം നടത്തുന്നത്. SIT അന്വേഷണം നടത്തുന്നതിൻ്റെ കൃത്യമായ രീതി നോക്കുകയാണെങ്കിൽ ആ ഒരു കൃത്യതയുടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ പിന്നെ ഈ ഇന്റർനെറ്റ് കോളിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഈ റോയ് മാത്രമല്ല, ഇന്ത്യയിലെ കുറച്ച് ആളുകൾ ഇത്തരത്തിൽ ഈ പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് പണം കൊടുത്ത് കോൺസുൽ ജനറൽ പദവികൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പണം കൊടുത്ത് വാങ്ങുന്നത്, നമ്മുടെ കയ്യിരിക്കുന്ന പണം കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിനെന്തെങ്കിലും ആവശ്യമില്ലാതെ വെറുതെ നമ്മൾ ആഡംബരം കാണിക്കാനായിട്ട്, കാരണം റോയിയെ പോലെ ആഡംബരത്തിൻ്റെ അവസാന വാക്കായ ഒരാൾക്ക് ഈ പദവി വാങ്ങി ആഡംബരം കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല.
ഇപ്പോൾ സ്ലോവാക്യ പോലുള്ള ഒരു രാജ്യം മനുഷ്യക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും ആയുധക്കടത്തിനും ഒക്കെ വളരെ കുപ്രസിദ്ധിയുള്ള ഒരു രാജ്യം, ഇന്ത്യയുമായി വലിയ നയതന്ത്ര ബന്ധം വളരെ കുറച്ച് മാത്രമുള്ള രാജ്യം, 55,000 ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യത്തെ കോൺസുലർ പദവി എന്ന് പറഞ്ഞാൽ പിന്നെ റോയിയെ സംബന്ധിച്ച് അതൊരു നിസ്സാര കാര്യം പോലെയാണ്. അപ്പോൾ അതിൽ ഈ ഗ്രീൻ ചാനൽ വഴിയൊക്കെ ചില ആനുകൂല്യങ്ങൾ ഉണ്ടാകാം എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. അത് റോയി ഏതെങ്കിലും രീതിയിൽ തെറ്റായി ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും റോയിയെ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല ഈ ഓഫീസിലെ 3 മാസമായുള്ള CCTVയുടെ ഈ പ്രവർത്തന രഹിതം CCTV 3 മാസമായി പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അനധികൃതമായുള്ള എന്തെങ്കിലും ഇടപാടുകൾ ആ ഓഫീസിൽ വെച്ച് നടത്താനായിട്ടാണോ ഇത്തരത്തിൽ ഇത് നടത്തിയിരിക്കുന്നത്? മാത്രമല്ല ഈ തുടക്കത്തിൽ കുടുംബം പറഞ്ഞത് റോയിക്ക് കടവില്ല, റോയിയുടെ സഹോദരൻ പറഞ്ഞതാണ്, മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞതാണ്, കടവില്ല, ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല, വളരെ സന്തോഷവാനായിരുന്നു, ഈ ഇൻകം ടാക്സിന്റെ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നുള്ളതാണ്. പിന്നെ കുടുംബം ഒരക്ഷരം മിണ്ടുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിച്ചിരുന്ന റോയിയേക്കാൾ റോയി മരിച്ചപ്പോൾ ഒരുപാട് പേർ റോയിക്കെതിരെ സംസാരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല വിമർശനങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ റോയി മരിച്ചപ്പോഴാണ് റോയിയുടെ സാമ്പത്തികത്തെക്കുറിച്ച് ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളവർക്ക് ഒരുപക്ഷെ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട റോയിയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ജനറേഷനിലുള്ളവർക്ക് ഒരുപക്ഷെ റോയിയുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന്, ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ MD എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും എടുത്തിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരുടെ വോയിസ് അടക്കം പലരും പല രീതിയിലൊക്കെ എടുത്തിടുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പോഴും അവരാരും രംഗത്ത് വന്നിട്ടില്ല. അടുത്ത സമയത്ത് എപ്പോഴും ലതാ നമ്പൂതിരി ഒരു സ്പീച്ച് നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, രാജകുടുംബത്തിനോടൊപ്പം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വരുന്നതല്ലാതെ അവരിതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ചെയ്തില്ല. പക്ഷേ ഇവരറിയാവുന്ന പലരും പറയുന്നത് ആ കടങ്ങളൊന്നും ഇപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കേസുകളിൽ കിടക്കുന്ന വസ്തുക്കൾ വിറ്റ് കടം തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പൂട്ടി ഇടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവരുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം വിറ്റ് കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സാമ്രാജ്യം എങ്ങനെ തകർന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിൽ റോയിക്ക് എന്തെങ്കിലും പങ്കുണ്ട്? അതാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെയൊക്കെ ഇതിലേക്ക് എടുത്തിട്ട് സംസാരിക്കാനുള്ള ഇടവരുന്നത്. എന്തായാലും റോയി എന്തൊക്കെയോ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ എന്നുള്ളതാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു ശതകോടീശ്വരൻ, 9,000 കോടി ആസ്തിയുള്ള ഒരു ശതകോടീശ്വരൻ മരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന്, കാരണം ഇനിയും ബിസിനസ്സുകാരിവിടെ ഉണ്ട്. റോയി തന്നെ പറയുന്നുണ്ട് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ബിൽഡർ മാത്രമാണ്, പക്ഷെ റോയി തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാലഘട്ടത്തെക്കുറിച്ചും പിന്നീട് അവിടെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും റോയി റിയൽ എസ്റ്റേറ്റിലെ പണമിടപാടുകളല്ല റോയിയെ തകർത്തത്, റോയിയുടെ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ. അത് ഒരുപക്ഷെ ദുബായിൽ നവംബറിൽ നടത്തിയ ഈ ബിസിനസ് വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പാർട്ടികളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഈ സ്ലോവാക്യയിലെ റോയിയുടെ ഇടപാടുകളെ സംബന്ധിച്ചോ, ഇനി ഇന്റർനെറ്റ് കോളുകൾ, അന്താരാഷ്ട്ര ബന്ധം, ഇതൊക്കെ ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞിട്ടുണ്ടാകാം, അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാകാം. തൻ്റെ ഇമേജിനെ അത് ബാധിക്കാം. താൻ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഒരു വലിയ സാമ്രാജ്യം ഇതിലൂടെ തകരും എന്നുള്ള ഒരു ചിന്തയിലാകാം ഒരു പക്ഷേ റോയി എന്ന് ചെയ്തത്. അങ്ങനെ വേണ്ടേ കരുതാൻ? അങ്ങനെ കരുതാം. കാരണം ഇപ്പോൾ ദുബായിൽ നടന്നൊരു പാർട്ടി വലിയ നിർണായകം. ഈ പാർട്ടിയിൽ സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാരൊക്കെ പങ്കെടുത്തു. ഇതിൽ എത്ര പേർ റോയിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു? എന്തുകൊണ്ടാണ് അവർ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത്? അപ്പോൾ ഇവരിൽ പലരും റോയിയുമായിട്ട് എന്തോ തരത്തിലുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പുകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പക്ഷേ കള്ളപ്പണം വെളുപ്പിക്കലായിക്കൂടെ? അങ്ങനെ വെളുപ്പിക്കലായാൽ അത്തരം ചില സംശയങ്ങളാണ് UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് തോന്നുന്നു. അത് ഇന്ത്യക്കാർക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ കൈമാറുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും. ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ആ രാജ്യത്ത് കൈമാറിയാൽ അവിടെ വെച്ച് റോയി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടാ. അതുകൊണ്ട് എല്ലാ വിവരവും കൃത്യമായിട്ട് സ്വന്തം ഭാര്യയുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. മകനായിരിക്കും അനന്തരാവകാശി എന്ന് പറയുന്നുണ്ട്. തൻ്റെ കൂടെ നിന്ന ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, തൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒപ്പം നിന്നവർ, ഇവരെ ആരെയും കൈവിടരുതെന്നും റോയി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സഹായിച്ച ചില ആൾക്കാർക്ക് ഇതിൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇനി ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് റോയിയെ വെളുപ്പിച്ചെടുക്കാനും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരാൾ മരിച്ചതിന് ശേഷം
ശേഷം അയാൾക്കിടയിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല നമ്മൾ റോയിയെ കുറ്റാരോപിതരാക്കുന്നില്ല, റോയിയെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി വിശദീകരിക്കേണ്ട ഇനി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അന്വേഷണം റോയിയുടെ ഭാര്യയിലേക്ക് മക്കളിലേക്കൊക്കെ നീങ്ങിയാൽ ഈ മരണം സംഭവിച്ച ഉടനെ അത്തരം ഒരു രീതിയിലേക്ക് പോകണ്ടെന്നായിരിക്കും ഒരുപക്ഷെ അന്വേഷണ സംഘം കരുതുന്നത്. അതിനപ്പുറത്തേക്ക് കരുതും. മാത്രമല്ല ഈ പറയുന്ന കോൺസുൽ പദവി, ഈ പദവി ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തു, അതാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം. അത് റോയ് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല, ആരുടെയെങ്കിലും ബാഹ്യ സമ്മർദ്ദം മൂലം എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ വഴിവിട്ട കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയോ, ഇതും സംശയം ഉളവാക്കുന്ന കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ റോയിയുടെ കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത അവശേഷിക്കുന്നില്ല. ഇനി ഇത് അവശേഷിപ്പിക്കാൻ അനുകൂലമായൊരു മാർഗ്ഗം എന്ന് പറയുന്നത് റോയിയുടെ ഭാര്യയ്ക്കോ മകനോ MD-ക്കോ ഒക്കെ ഒരു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാം. അവർ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം അത് പിൻവലിക്കുക വരെ ചെയ്തു. അപ്പോൾ നിയമോപദേശം കിട്ടിയിട്ടുണ്ടാകാം, നിങ്ങൾ വെറുതെ കുരുക്കിലേക്ക് പോകരുത്. ഇനി അതല്ല, ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആരോപണമാണെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നവരുണ്ടാകുമല്ലോ, അവർ അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാലും ഈ സംശയം തീരും. അതല്ലെങ്കിൽ ഔദ്യോഗികമായി അന്വേഷണ സംഘം, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അതുവരെ ഈ ദുരൂഹതയ്ക്ക് അവസാനം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുവരെ റോയിയുടെ മരണത്തെക്കുറിച്ചുള്ള, റോയി ഇതിനു മുൻപ് മരിച്ചവരെ കുറിച്ചുള്ള ദുരൂഹത നീങ്ങാത്തത് കൊണ്ടാണ് റോയിയെ പോലുള്ള ശതകോടീശ്വരന്മാർക്ക് അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ ഈ ജനങ്ങൾക്ക് ഇത്രയും ആകാംക്ഷ എന്ന് പറയുന്നത്.